നമസ്കാരം. ദൂരദർശന്റെ ചർച്ചാ പരിപാടിയായ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജനസമക്ഷം ഇന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ ധർമ്മടം നിയമസഭാ മണ്ഡലത്തിലാണ്. നമുക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന മണ്ഡലമാണ് ധർമ്മടം. അധികം ഒരു പ്രായമൊന്നുമില്ലാത്ത ഒരു നിയമസഭാ മണ്ഡലമാണ്. 2011 ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിൽ CPM സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. 2016 പിണറായി വിജയൻ ധർമ്മടത്തേക്ക് വരുന്നതും ഇവിടെ മത്സരിക്കുന്നതും. അന്ന് ഏതാണ്ട് 37,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത്. പിന്നീട് 2021 പിണറായി വിജയൻ ഇവിടെ തന്നെ മത്സരിച്ചു. ഏതാണ്ട് 50,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ഇവിടെ വിജയിക്കുകയും ചെയ്തു. ഒരു ഇടത് കോട്ട എന്ന് പറയാവുന്ന ഒരു മണ്ഡലം കൂടിയാണ് ധർമ്മടം. പ്രതിനിധികളെ പരിചയപ്പെടുത്താം. ആദ്യം LDF-നെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് ശ്രീ K ശശിധരനാണ്. അദ്ദേഹം CPM-ന്റെ മണ്ഡലം സെക്രട്ടറി കൂടിയാണ്. UDF-നെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് ശ്രീ അഡ്വക്കേറ്റ് രാഹുലാണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ തലശ്ശേരി ജനറൽ സെക്രട്ടറിയാണ്. NDA-യെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് ശ്രീ ഹരീഷ് ബാബു ആണ്. അദ്ദേഹം ജില്ലാ സെക്രട്ടറിയാണ് BJP-യുടെ. അതോടൊപ്പം തന്നെ ധർമ്മടം മണ്ഡലത്തിൻ്റെ തിരഞ്ഞെടുപ്പ് സംഘടനാ ചുമതലയുള്ള വ്യക്തി കൂടിയാണ്. ഒപ്പം നമുക്ക് വോട്ടർമാരുമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പ്രതിനിധികളിലേക്ക് തന്നെ പോകാം. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് LDF പ്രതിനിധിയോടെയാണ്. ഇത് ഇടത് കോട്ടയെന്നുള്ളൊരു മണ്ഡലം എന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ശ്രീ പിണറായി വിജയൻ മത്സരിക്കുന്ന ഒരു മണ്ഡലം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്. അതോടൊപ്പം തന്നെ LDF-നെ നയിക്കുന്ന ക്യാപ്റ്റനാണ്. ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തുടനീളമുള്ള ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, വർഗീയ സംഘടനയായിട്ടുള്ള SDPI ഇടത് സ്ഥാനാർത്ഥികൾക്ക് കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ SDPIയുടെ പിന്തുണ, ആ ഒരു സംഘടനയുടെ പിന്തുണ LDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ട, ഇടത് സ്ഥാനാർത്ഥികൾക്ക് വേണ്ട എന്ന് വ്യക്തമായി പറയാൻ മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല. അതൊന്നാമത്തെ ചോദ്യം. രണ്ടാമത്, ഇതിനു മുമ്പൊന്നുമുള്ള തിരഞ്ഞെടുപ്പുകളെ പോലെ അല്ലാതെ വളരെ സംഘടനാപരമായൊരു പ്രതിസന്ധി കണ്ണൂരിൽ CPM നേരിടുന്നുണ്ട്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി പാർട്ടിയോടൊപ്പം നിന്നിരുന്ന രണ്ടുപേർ, ശ്രീ V കുഞ്ഞികൃഷ്ണനും ശ്രീ TK ഗോവിന്ദനും, രണ്ടുപേരും പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇത് സംഘടനാപരമായി അത്രയും ശക്തമായ കണ്ണൂരിൽ സംഘടനാപരമായി CPM-ന് LDF-ന് എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ രണ്ട് ചോദ്യങ്ങൾക്കും മറുപടി പറയും. CPM-നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടിയാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. ഒരുവിധ വർഗീയ പിന്തിരിപ്പൻ പ്രതിലോമ ശക്തികളുമായി ഒരു ധാരണയും CPI-ഉം ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനവും ഇന്നേവരെ ഉണ്ടാക്കിയിട്ടില്ല. തീർത്തും ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അതുകൊണ്ട് ഒരു SDPI-യുമായിട്ടും ഒരു ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും ഒരു വർഗീയ പിന്തിരിപ്പൻ പ്രതിലോമ ശക്തികളുമായിട്ടും കൂട്ടുകൂടി 4 വോട്ടുണ്ടാക്കാനോ 4 സീറ്റ് നേടാനോ CPI-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തയ്യാറാവില്ല. അതിൻ്റെ പാരമ്പര്യം തികച്ചും ഈ കേരളത്തിലെ പ്രതിപക്ഷത്തിന് അർഹതപ്പെട്ടതാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ജമാഅത്തെ ഇസ്ലാമിയുമായും ഈ പറഞ്ഞ SDPI-യുമായും എല്ലാ പിന്തിരിപ്പന്മാരുമായും കൂട്ടുകെട്ടുണ്ടാക്കാനും ധാരണയുണ്ടാക്കാനും അതോടൊപ്പം അവരെയെല്ലാം UDF-ൻ്റെ അസോസിയേറ്റഡ് മെമ്പറായി അംഗീകരിക്കാനും ഒക്കെ തയ്യാറായത് കേരളത്തിൻ്റെ പ്രതിപക്ഷമാണ്. അവർക്ക് ഒറ്റയൊരു നോട്ടമേ ഉള്ളൂ. ആ നോട്ടം 4 സീറ്റും കുറച്ച് വോട്ടും മാത്രമാണ്. 4 സീറ്റിനും കുറച്ച് വോട്ടിനും വേണ്ടി നെറികെട്ട രാഷ്ട്രീയം സ്വീകരിക്കാൻ, നെറികെട്ട രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ കേരളത്തിൽ കിട്ടില്ല എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് ഈ ചർച്ചയിൽ ഞാൻ പറയുകയാണ്. വർഗീയതയുമായി യാതൊരു സന്ധിയും ഈ പ്രസ്ഥാനത്തിനില്ല. അതുപോലെ തന്നെ വിഘടനവാദമായിട്ടും പ്രതിലോമ ശക്തികളുമായിട്ടും ഒരു വിട്ടുവീഴ്ചയും ഈ പാർട്ടി ഒരു കാലത്തും നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഇടതുപക്ഷം സംശുദ്ധമായ രാഷ്ട്രീയമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിലും ഉയർത്തിപ്പിടിക്കുക തന്നെയും ആ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ മേലെ ജനങ്ങൾ അണിനിരക്കും എന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. രണ്ടാമത്തെ ചോദ്യം പയ്യന്നൂരും തളിപ്പറമ്പുമാണ്. ഞങ്ങൾക്കൊരാശങ്കയുമില്ല. ചാനലുകാർക്കും മറ്റുമൊക്കെ പല ആശങ്കയും ഉണ്ടാകും.
പക്ഷെ ഞങ്ങൾക്ക് പയ്യന്നൂരിലായാലും തളിപ്പറമ്പിലായാലും ഒരാശങ്കയുമില്ല. ഇങ്ങനെ അപൂർവ സന്ദർഭങ്ങളിൽ ചില അധികാരമോഹികൾ, സ്ഥാനമോഹികൾ പല ഘട്ടങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. അത്തരം സ്ഥാനമോഹികളെല്ലാം തുടക്കത്തിൽ ആരെങ്കിലുമൊക്കെ എഴുന്നള്ളിച്ച് നടക്കും, പിന്നീട് ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന അനുഭവമാണ് കേരളത്തിലുള്ളത്. അത് പയ്യന്നൂരിൽ സംഭവിക്കും, അത് തളിപ്പറമ്പിൽ സംഭവിക്കും. കുലംകുത്തികൾ എന്നും കുലംകുത്തികൾ തന്നെയാണ്. ആ കുലംകുത്തികളോട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം ഒരു തരത്തിലും പൊറുക്കില്ല. ഇടതുപക്ഷ രാഷ്ട്രീയം മുറുകെ പിടിക്കുന്ന തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും കേരളത്തിലെ ആകെയുള്ള ജനങ്ങൾ തീർച്ചയായും ഈ അധികാരമോഹികൾക്കെതിരായിട്ടുള്ള ഈ സംശുദ്ധ രാഷ്ട്രീയം വെടിഞ്ഞ് അധികാരമോഹികളുടെ കൂടാരത്തിലേക്ക് ചേക്കേറിയിട്ടുള്ള പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും കുലംകുത്തികളെ ഒരു പാഠം പഠിപ്പിക്കും, അവരെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ അതിൽ ചോദിച്ചത് വ്യക്തമായിട്ട് എന്തുകൊണ്ട് സംശുദ്ധ രാഷ്ട്രീയം എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് കൃത്യമായി വ്യക്തമായി പറയുന്നില്ല? ശ്രീ ബിനോയ് വിശ്വം CPIക്ക് വേണ്ടി അത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് SDPIയുടെ വോട്ട് വേണ്ട എന്ന്. മുഖ്യമന്ത്രി എന്തുകൊണ്ട് അങ്ങനെ പറയുന്നില്ല? ആവർത്തിച്ച് ചോദിച്ചും അദ്ദേഹത്തിന് അങ്ങനെ ഒരു വാക്കിൽ അത് പറയാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ഒരു ജനാധിപത്യ പോരാട്ടമാണ്. ആ ജനാധിപത്യ പോരാട്ടത്തിൽ വർഗീയ രാഷ്ട്രീയവുമായി രാഷ്ട്രീയ സഖ്യം ഒരു ഘട്ടത്തിലും ഇടതുപക്ഷം സ്വീകരിച്ചിട്ടില്ല. അത് പിന്നെ ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇടതുപക്ഷം എന്ന് പറഞ്ഞ SDPIയുമായിട്ടോ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടോ കേരളത്തിലെ ഏത് വർഗീയ സംഘടനകളുമായിട്ടോ ഒരു രാഷ്ട്രീയ സഖ്യത്തിനും ഇന്നേ വരെ ഇടതുപക്ഷം മുന്നോട്ട് പോയിട്ടില്ല, ഇടതുപക്ഷം കൂട്ടുനിന്നിട്ടില്ല. അതുകൊണ്ട് അത് അന്നും ഇന്നും ഒരേ നിലപാടാണ്. അത് പിന്നീട് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അന്നും ഇന്നും ഒരേ നിലപാടേ ഉള്ളൂ. വർഗീയ ശക്തികളുമായി ഒരു ഘാതമകല മാത്രമേ അവരെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അതെല്ലാ കാലത്തും അവരോട് ആ നിലപാട് തന്നെയായിരിക്കും. വർഗീയ ശക്തികളോട്, വിഘടനവാദ ശക്തികളോട്, പ്രതിലോമ ശക്തികളോട്, തീവ്രവാദ പ്രസ്ഥാനങ്ങളോട് ജനങ്ങളെ അണിനിരത്തി അവർക്കെതിരായി പോരാടിയ പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം. അതുകൊണ്ട് ഇവരുടെ ഒരു സഖ്യവും ഞങ്ങളെ മുമ്പിൽ പൊടിക്കില്ല. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പാരമ്പര്യമെല്ലാം അവകാശപ്പെട്ടവർ വേറെയുണ്ട്. അവർ അത്തരം ശക്തികളുമായിട്ട് കൂട്ടുകൂടട്ടെ. ഞങ്ങൾക്ക് യാതൊരു അതിൽ അഭിപ്രായ വ്യത്യാസവുമില്ല. ഞങ്ങൾ സംശുദ്ധ രാഷ്ട്രീയമാണ് എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ 2026 ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. ശരി, അപ്പോൾ UDF പ്രതിനിധിയോടാണ്. പിണറായി വിജയന് എന്തുകൊണ്ട് വോട്ട് ചെയ്യാതെ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? ഇപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയി പ്രവർത്തിച്ച ശ്രീ പിണറായി വിജയൻ പ്രതിനിധീകരിച്ച ഒരു മണ്ഡലമാണ് ധർമ്മടം. ആ മണ്ഡലത്തിനകത്ത് എന്താണ് കൃത്യമായ ഒരു വികസനം എന്ന് ചോദിച്ചാൽ സത്യത്തിൽ അതിനൊരു മറുപടിയില്ല. ധർമ്മടം എന്ന് പറയുന്നത് പിണറായി, അഞ്ചരക്കണ്ടി, അതുപോലെ മമ്പറം ഉൾപ്പെടെ ഉള്ള ഒരു പ്രദേശങ്ങൾ ഉൾപ്പെട്ട ഒരു മണ്ഡലമാണ്. സ്വാഭാവികമായിട്ട് ഇതെല്ലാം ചെറുകിട ഒരു ടൗണായി മാത്രം നിലനിൽക്കുന്ന ഇന്നും അത് 10 വർഷങ്ങൾക്ക് മുൻപ് എന്താണോ അത് തന്നെയാണ് ഇന്നും നടക്കുന്നത്. ഒരു പ്രദേശത്തെ, ഒരു മണ്ഡലത്തിലെ വികസനത്തിൽ ഒന്നാമതായി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അവിടുത്തെ റോഡ് നവീകരണങ്ങളാണ്. പ്രത്യേകിച്ച് റോഡിൻ്റെ വികസനം. സ്വാഭാവികമായി 7 വർഷം മുൻപ് ധർമ്മടം മണ്ഡലത്തിൽ ഒരു എയർപോർട്ട് റോഡുമായി ബന്ധപ്പെട്ട ഒരു അക്വിസിഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. പക്ഷേ ഇന്ന് ഈ 7 വർഷങ്ങൾക്ക് ഇപ്പുറവും ആ അഞ്ചരക്കണ്ടി എയർപോർട്ട് റോഡ് ഒരു രീതിയിലും ഒരു ഇഞ്ച് പോലും അത് വികസിപ്പിക്കാനോ അല്ലെങ്കിൽ അതിൽ വീതി കൂട്ടാനോ സാധിക്കാത്തൊരു സാഹചര്യം. ഇന്ന് മറ്റൊരു പ്രധാന റോഡ് എന്ന് പറയുന്നത് കൂത്തുപറമ്പ് കണ്ണൂർ റോഡാണ്. അവിടെ കൃത്യമായി 2 സൈഡിലും കമ്പി വെച്ചിട്ടുണ്ട്. കുറച്ച് പുഷ്പങ്ങളും മറ്റ് ചെടികളും ഒക്കെ സൗന്ദര്യവൽക്കരിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ റോഡിൻ്റെ വികസനം എന്ന് പറയുന്നത് അതൊരിക്കലും ഈ സൗന്ദര്യവൽക്കരിക്കലല്ല, മറിച്ച് ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒരു ഗതാഗത സംവിധാനം. എല്ലാവരും സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് കൃത്യമായ രീതിയിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ചെറിയ റോഡുകളിൽ യാത്ര ചെയ്ത് മടുത്ത് മുന്നോട്ട്, ഇന്ന് ഞാൻ അതിലെ യാത്ര ചെയ്യുന്ന സമയത്ത് മുന്നിലൊരു വാഹനം പെട്ടെന്ന് ഒരു വാഹനം
എനിക്ക് പ്രത്യേകിച്ച് ഒരു വേഗതയിൽ പോകേണ്ടതുണ്ടായിരുന്നു. പക്ഷേ ഒരു കാരണവശാലും മുന്നോട്ടേക്ക് പോകാൻ അത് ഓവർടേക്ക് ചെയ്ത് മുന്നോട്ടേക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ആ റോഡുകളിൽ അനുഭവപ്പെടുന്നത്. ഈ വികസനം, റോഡിൻ്റെ വികസനം എന്ന് പറയുന്നത് രണ്ട് സൈഡിലും രണ്ട് കുറ്റികൾ അല്ലെങ്കിൽ രണ്ട് കമ്പികൾ വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ മുകളിൽ ഒരു ചെടിച്ചട്ടി വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് റോഡ് വികസനം ഞാൻ വിശ്വസിക്കുന്നില്ല. തികച്ചും ജനങ്ങളും അത് തന്നെ ഉൾക്കൊണ്ട് മുന്നോട്ടേക്ക് വരും. അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്താണ് പുതിയ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന കോഴ്സുകൾ ഈ മണ്ഡലത്തിലേക്ക്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിൻ്റെ കയ്യിൽ അധികാരമുണ്ട്. ഈ മണ്ഡലത്തെ കൃത്യമായി ചരിത്ര പ്രസിദ്ധമായ ബ്രണ്ണൻ കോളേജ് ഉൾപ്പെടെയുള്ള ഒരു പ്രദേശമാണ് ധർമ്മടം മണ്ഡലം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഇന്നും ഈ IHRD കോളേജ് എന്ന് പറയുന്നത് ഇവിടുത്തെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന, അതായത് ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ്, ഇന്നും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത്രത്തോളം വികസന മുരടിപ്പാണ് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഈ മണ്ഡലത്തിലുള്ളത്. അതുപോലെ ഈ പ്രദേശം, ഈ ധർമ്മടം തുരുത്ത് എന്ന് പറയുന്ന പ്രദേശം മുൻപ് ബഹുമാന്യനായ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് നിർമ്മിച്ച് അത് മനോഹരമായി കൊണ്ടുപോയ ഒരു പ്രദേശമായിരുന്നു. പക്ഷേ അതിനുശേഷം ഈ പറഞ്ഞ പ്രദേശത്ത് ഒരു രീതിയിലുള്ള ഒരു വികസനം വന്നില്ല. ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച, ഇല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ഡ്രൈവിംഗ് ബീച്ചായ ധർമ്മടത്ത് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിനകത്ത് ഇത്രയേറെ ടൂറിസം സാധ്യതകളുള്ള ഒരു മേഖലയിൽ എന്ത് രീതിയിലുള്ള വികസനമാണ് ഈ 10 വർഷക്കാലം നടന്നിട്ടുള്ളത്? അത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഞങ്ങൾ ഈ പറഞ്ഞ മണ്ഡലങ്ങളിൽ വോട്ട് ചോദിച്ച് മുന്നോട്ടേക്ക് പോകുന്നത്. അത് ജനങ്ങൾക്കും ബോധ്യമായിട്ടുണ്ട്. അതിനെതിരെയുള്ള ഒരു വിധിയെഴുത്ത് കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. ഒരു കാര്യം കൂടി, കഴിഞ്ഞ ദിവസം നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പ്രചാരണം CPM പ്രവർത്തകർ ഇടപെട്ട് തടഞ്ഞു, നിങ്ങളെ കയ്യേറ്റം ചെയ്തു എന്നൊക്കെ ഒരു പരാതി നിങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെ ഉന്നയിച്ചിരുന്നു. അതിനും കൂടി ഒരു മറുപടി. അത് തികച്ചും, കാരണം പിണറായി വിജയൻ്റെ ഒരു മണ്ഡലമാണ്, അമിത ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥി, ഒരു കരുത്തനായ ഒരു സ്ഥാനാർത്ഥി കടന്നു വരുന്നു. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ അറിയാം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ തളിപ്പറമ്പ് മത്സരിച്ച സമയത്ത് ഇതേ ഒരു കോൺഫിഡൻസ് ഗോവിന്ദൻ മാഷിനുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഈ പറഞ്ഞ ആ കോൺഫിഡൻസ് തകർന്ന് മുന്നോട്ട് പോകുന്ന അവസ്ഥയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം പകുതിയിലധികം കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു ഭീതി, പ്രത്യേകിച്ച് 140 മണ്ഡലങ്ങളുടെ ജനങ്ങളുടെ ഒരു പ്രാർത്ഥന, ജനങ്ങളുടെ ഒരു വികാരം ഈ മണ്ഡലത്തിൽ പ്രതിഫലിക്കുമെന്ന ഭയം, അത് പ്രത്യേകിച്ച് UDFൻ്റെ സ്ഥാനാർത്ഥി കരുത്തനായ ഒരു സ്ഥാനാർത്ഥി കൂടിയായപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഭയം അവർക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ആക്രമങ്ങൾ. ഞങ്ങൾ ഒരിക്കലും ആക്രമത്തെ ഭയന്ന് പിന്നോട്ട് പോകുന്ന ആളുകളല്ല. തികച്ചും ശക്തമായ രീതിയിലുള്ള പ്രവർത്തനവുമായി നമ്മുടെ പ്രകടനവുമായി മുന്നോട്ടേക്ക് പോകും. ഈ മണ്ഡലത്തിൽ ഒരു ചരിത്രം സൃഷ്ടിക്കാൻ UDFന് സാധിക്കും എന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. ഇനി NDA പ്രതിനിധിയോടാണ്. സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളെന്നാണ് LDF അവകാശപ്പെടുന്നത്. അവർ നിങ്ങൾക്കെതിരെ ഒരു ഡീൽ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടുത്തെ വികസനം എത്രത്തോളം മുഖ്യമന്ത്രിയുടെ മണ്ഡലം എന്നതിൻ്റെ ഒരു പ്രത്യേകതയിൽ ഇവിടെ വികസനം നടന്നിട്ടുണ്ടോ? കാരണം വികസനത്തിൻ്റെ രാഷ്ട്രീയമാണല്ലോ മോദിയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് നിങ്ങൾ ആളുകളോട് വോട്ട് ചോദിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം, ഈ സംഘടനാ തലത്തിൽ ഈ പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ വലിയ തോതിൽ BJP ഇവിടെ പ്രചാരണം ആക്കുന്നുണ്ട്. അത് ഏത് രീതിയിലെങ്കിലും ഉപയോഗപ്പെടുത്താൻ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പഴയ എടക്കാട് മണ്ഡലത്തിന് ശേഷം KK നാരായണൻ MLA ആയി, അതിനുശേഷം പിണറായി വിജയൻ അദ്ദേഹം മുഖ്യമന്ത്രിയായി. നമ്മൾ വിലയിരുത്തേണ്ടത്, നമ്മുടെ എല്ലാ 8 പഞ്ചായത്തുകളും ഭരിക്കുന്നത് മാർക്സിസ്റ്റ് ഭരണകൂടമാണ്. എല്ലാ ബ്ലോക്ക് പഞ്ചായത്തും ഭരിക്കുന്നത് CPM ആണ്. ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്. MLA അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. ഇങ്ങനെയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടായിട്ടും പാലും തേനും ഒഴുകേണ്ടുന്ന ഒരു നിയമസഭാ മണ്ഡലമായിരുന്നു ധർമ്മടം. പക്ഷേ ആ നിയമസഭാ മണ്ഡലത്തിൽ അടിസ്ഥാന വികസനത്തിൽ കൊണ്ടുവരുന്നതിൽ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടണം. നമ്മൾ ഈ ധർമ്മടം പഞ്ചായത്ത് തന്നെ എടുക്കും. നിങ്ങൾ ഇവിടെ നമുക്ക് ആളുകൾക്ക് ഒരു മരിച്ചു കഴിഞ്ഞാൽ മറവ് ചെയ്യുന്നതിന് ഒരു ശ്മശാനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ പോലും ഒരു നിലപാട് ഇതുവരെ വന്നിട്ടില്ല. എന്തിനേറെപ്പുറം നമ്മൾ നിൽക്കുന്ന ഈ ധർമ്മടം ബീച്ച്, ഈ ബീച്ച് ഏകദേശം 10-22 വർഷം മുന്നേ സർക്കാർ പൊന്നും വിലക്കെടുത്തേണ്ട ഒരു ബീച്ചാണ്. ആ ബീച്ച് നല്ല രീതിയിലുള്ള സൗന്ദര്യവൽക്കരിച്ചത് ടൂറിസത്തിന് ആവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുന്നതിൽ പരാജയപ്പെട്ടു. ഇപ്പോൾ ഇതിൻ്റെ മുന്നിലിട്ട് പോകുന്ന റോഡുകളുടെ അവസ്ഥ നിങ്ങൾ നോക്കൂ. ഇത് മാത്രമല്ല,
നമ്മുടെ 8 പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ടൗണുകളുണ്ട്. നിങ്ങൾ നോക്കൂ, ചെറുക്കൻ ഏകദേശം ആയിരക്കണക്കിന് ആളുകൾ വരികയും പോവുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ടൗണാണ് ചക്കരക്കൽ ടൗണ്. അതുപോലെ തന്നെ മമ്പറം ഏകദേശം 2000-ലധികം വിദ്യാർത്ഥികൾ മാത്രമുള്ള വലിയ ടൗണാണ്. അതിലപ്പുറം ഒരുപാട് ഈ പ്രശ്നങ്ങൾ സാധാരണക്കാരുടെ ഇടയിൽ കിടക്കുകയാണ്. നമ്മുടെ 8 പഞ്ചായത്തുകളിൽ ഏകദേശം 4 പഞ്ചായത്തുകൾ, നമ്മളെ വേങ്ങാട് പഞ്ചായത്ത് വിസ്തൃതമായിട്ടുള്ള നെൽവയലുകളുള്ള പഞ്ചായത്താണ്. നമ്മുടെ ധർമ്മടം പഞ്ചായത്തിലും അത്യാവശ്യം നെൽവയലുകളുണ്ട്. അതുപോലെ തന്നെ പെരളശ്ശേരി പഞ്ചായത്തും അഞ്ചരക്കണ്ടി പഞ്ചായത്തും. നിങ്ങളൊന്ന് എല്ലാവരും വന്ന് നോക്കൂ. നമ്മുടെ ആ വയലുകൾ പോട്ട കയറി നശിക്കുകയാണെന്നേ, കാട് കയറി നശിക്കുകയാണ്. നമ്മുടെ ഒരുപാട് ആളുകൾ ദീർഘകാലം കൃഷി ചെയ്ത് ഉപജീവനം നടത്തി അവരുടെ ജീവിതക്രമമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാർഷിക മേഖല പൂർണ്ണമായിട്ട് തകർന്നു. ഇത് ഒരു ഭരണകൂടത്തെ പരിഹസിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ആ വിഷയത്തെ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കുന്നതിന് കൂടിയാണ് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് വെക്കുന്നത്. കാർഷിക മേഖല പൂർണ്ണമായും തകർന്നു. അതിനെ ഒരു നല്ല രീതിയിൽ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഈ സർക്കാർ ചെയ്തത്? എന്താണ് ഈ സർക്കാർ ചെയ്തത്? നമ്മുടെ വേങ്ങാട് നല്ല രീതിയിലുള്ള ഒരു വിത്ത് ഉൽപ്പാദന കേന്ദ്രമുണ്ട്. അതിനെ നവീകരിക്കുന്നതിന് ആവശ്യമായിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായോ? പക്ഷേ എന്നാൽ കൂടിയും ഒരുപാട് ഗ്രാമീണ റോഡുകളുടെ നിലവാരം വളരെ ദയനീയമാണ്. ഉദാഹരണത്തിന് വേങ്ങാട് പഞ്ചായത്തിലെ പടുവിലായി ഭാഗത്തേക്ക് പോകുന്ന റോഡുകളുടെ അവസ്ഥ നിങ്ങൾ നോക്കൂ. നമ്മുടെ അങ്ങനെ 8 പഞ്ചായത്തുകളെയും സാധാരണക്കാരുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നെയ്ത്ത് തൊഴിലാളികൾ, പിണറായി പോലെയുള്ള പാലണ്ട പോലെയുള്ള പ്രദേശങ്ങളിൽ ഒരുപാട് നെയ്ത്ത് തൊഴിലാളികൾ അവരുടെ ഉപജീവനം നടത്തിയ പ്രദേശമായിരുന്നു. നമ്മുടെ പെരളശ്ശേരി പിന്നെ കോട്ടം ഭാഗത്ത് കയർ ചൂടി വീണ ആളുകളായിരുന്നു. അങ്ങനെ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ തൊഴിൽ മേഖല പൂർണ്ണമായും നശിച്ചു. അതിനെ ഉദ്ധരിക്കുന്നതിന് ഒരുപാട് ആളുകളുടെ ജീവിതം അതുകൊണ്ട് മുന്നോട്ട് പോയതാണ്. അത് ഉദ്ധരിക്കുന്നതിന് ആവശ്യമായി എന്തെങ്കിലും നടപടിയുണ്ടോ? ഈ വികസനം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള, അതാണ് ഞങ്ങൾ പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഭരിക്കുന്നത് വലിയ മൂലധനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സാധാരണക്കാർ ബീഡി തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അങ്ങനെ സാധാരണക്കാരുടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ആ കാര്യത്തിനെക്കുറിച്ച് ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. CPM-ൻ്റെ താല്പര്യങ്ങളെല്ലാം ഇന്ന് അത് വലിയ കോർപ്പറേറ്റുകളുടെ താല്പര്യത്തിന് അനുസരിച്ചാണ്. അതുകൊണ്ടാണ് ഒരു വലിയ വിഭാഗം ആളുകൾ ഇന്ന് CPM-ആയിട്ട് അകലുന്നു, അവരായിട്ടുള്ള ബന്ധത്തിനോട് താല്പര്യം കാട്ടുന്നില്ല എന്നുള്ള വസ്തുതയാണ്. നമുക്ക് അവരുടെ നേരത്തെ പിന്നെ സാജൻ്റെയൊക്കെ കാര്യങ്ങൾ അറിയാലോ. വ്യവസായികൾ അവർക്കൊരു സംരംഭം തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനം കിട്ടുന്നില്ല. അവസാനം കയറി ഇറങ്ങി കിട്ടിത്തൂച്ചാൻ വേണ്ടുന്ന അവസ്ഥ വന്നു. ഇതെല്ലാം ഈ നഷ്ടമായി കേരളത്തിലാണല്ലോ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം പറയുന്നു, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ട് ഒറ്റനവധി വികസന വിഷയങ്ങളുണ്ട്. നമ്മുടെ 70 വയസ്സിന് മുകളിൽ കഴിഞ്ഞിട്ട് ആളുകൾക്കുള്ള ചികിത്സാ സൗകര്യങ്ങളുണ്ട്. ആ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെയും നടപ്പിലാക്കേണ്ടതുണ്ട്. ആ വിഷയങ്ങളെല്ലാം തന്നെ സജീവമായി ചർച്ചയാവും. മറുപടി പറഞ്ഞോളൂ. രണ്ടുപേരും യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഈ മണ്ഡലത്തിൽ ചില വികസന പ്രവർത്തനങ്ങൾ നടന്നു എന്ന് അംഗീകരിച്ചതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. അവരെന്തെല്ലാമോ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. വികസനമില്ല എന്നുള്ളതാണ് എൻ്റെ സുഹൃത്ത് രാഹുൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ റോഡ് വന്നിട്ടില്ല, വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നും ചെയ്തിട്ടില്ല, ധർമ്മടം തുരുത്ത് അങ്ങനെ കിടക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ ധർമ്മടം മണ്ഡലത്തിൽ വികസനമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ആരെങ്കിലും വിശ്വസിക്കുന്ന ഒന്നാണോ? ധർമ്മടം മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലൂടെ സഞ്ചരിച്ച് നോക്കിയാൽ മതി. രാഹുലിനെയും ഹരീഷ് ബാബുവിനെയും ഞാൻ കൂട്ടിക്കൊണ്ടുപോകാം, എൻ്റെ ചെലവിൽ കൊണ്ടുപോകാം. ഈ ധർമ്മടം മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഞാൻ എണ്ണി പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ധർമ്മടത്താണ് ഇരിക്കുന്നത്. ഒരു സംസ്ഥാനത്തിൻ്റെയോ ഒരു സർക്കാരിൻ്റെയോ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അടിസ്ഥാന വികസന മേഖലയിൽ പുരോഗതി ഉണ്ടാക്കി നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവന്ന് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി വരുമാനം വർദ്ധിപ്പിച്ച് നമ്മൾ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഏറ്റവും മോശമായ അവസ്ഥയിലായിരുന്നു നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനം. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമാണ്. ഈ പിണറായി വിജയൻ 2014 അധികാരത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഈ മുഴപ്പിലങ്ങാട് തലശ്ശേരി മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമാകുമായിരുന്നു. 45 വർഷം മുമ്പ് സ്ഥലം എക്വയർ ചെയ്ത് അവിടെ അനാഥമായി ഇട്ടിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ കണ്ണാടി ചില്ല് പോലുള്ള റോഡും അതുപോലെ ബൈപ്പാസും യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. അതിനെ തുടർന്ന് ദേശീയപാതയുടെ വികസനം, ഞാനൊന്നും പറയുന്നില്ല, ഹരീഷ് ബാബുവോട് ഞാനൊന്നും പറയുന്നില്ല. ഈ രാജ്യത്തെ ദേശീയപാത വികസനത്തിൻ്റെ കാര്യത്തിൽ
ഒരു സംസ്ഥാനത്തോട് കേന്ദ്ര ഗവൺമെൻറ് ഇത്രയും ക്രൂരമായ മനോഭാവം പ്രകടിപ്പിച്ചത് വേറെ ഏത് സർക്കാരാണ്? മോദി സർക്കാരല്ലേ? ദേശീയപാത ആരുടെ കൈവശമാണ്? ആരാണ് ദേശീയപാത നടത്തിപ്പ്? കേന്ദ്ര ഗവൺമെൻറ്റല്ലേ? അപ്പോൾ ദേശീയപാതയുടെ എല്ലാ ചെലവും നിർവഹിക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് മാത്രം പറഞ്ഞു, നിങ്ങൾ സ്ഥലമെടുത്ത് തരികയാണെങ്കിൽ ഞങ്ങൾ പണിയാം. കേരള ഗവൺമെൻറ്റിനോട് ഫൈൻ ഇടുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. എന്താ രാജ്യത്തിൻ്റെ കേരളം എന്താ ഇന്ത്യയിലല്ലേ? കേരളത്തോട് മാത്രം എന്താ ഒരു ചിറ്റമ്മ നയം? 5680 കോടി രൂപ കേന്ദ്രത്തിന് അങ്ങോട്ട് കേരളം കൊടുത്തുകൊണ്ടാണ് ദേശീയപാത 550 കിലോമീറ്റർ ദൈർഘ്യത്തിൽ പണി ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിനി കുറച്ചുകൂടി ബാക്കിയുണ്ട്. അടുത്ത ഗവൺമെൻറ് വന്ന ഉടനെ ആ ബാക്കി പണിയും കൂടി പൂർത്തീകരിച്ച് ദേശീയപാത കേരളത്തിൻ്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെ നീണ്ടു നിൽക്കുന്ന ദേശീയപാത ഔപചാരികമായി തുടക്കം കുറിക്കും. അപ്പോൾ ഈ സംസ്ഥാന ഗവൺമെൻറ് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വലിയ കുതിപ്പ് നടത്തിയെന്ന് ഒട്ടേറെ ഉദാഹരണ സഹിതം ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖല ഒന്നും ചെയ്തില്ല. ബ്രണ്ണൻകുളയിൽ രാഹുലിനെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകാം. ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലാലയമാണ് കലാലയ മുത്തശ്ശി എന്നാണ് ബ്രണ്ണൻകുളയിനെ കുറിച്ച് പറയുന്നത്. മുഖ്യമന്ത്രി പഠിച്ച കോളേജാണ്, രാഹുലിൻ്റെ നേതാവ് പഠിച്ച കോളേജാണ്, അങ്ങനെ പലരും പഠിച്ച കോളേജാണ്. ആ കോളേജിൽ അന്നും ഒരു 10 വർഷം മുമ്പുള്ള കോളേജും ഇപ്പോഴുള്ള കോളേജിൻ്റെ അവസ്ഥയും ഒന്ന് രാഹുൽ വന്ന് നോക്കണം. ഹരീഷ് ബാബുവിനെ ഞാൻ ക്ഷണിക്കുകയാണ്. എത്രമാത്രം അടിസ്ഥാന വികസനമാണ് അവിടെ നടന്നിട്ടുള്ളത്? എത്ര പുതുതലമുറ കോഴ്സുകളാണ് അവിടെ ആരംഭിച്ചിട്ടുള്ളത്? ഞാൻ എണ്ണി പറയുന്നില്ല. ബ്രണ്ണൻ കോളേജ് ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലാലയമായി ഇന്ന് സെൻറ്റർ ഓഫ് എക്സലൻസിൻ്റെ പദവിയിലേക്ക് ഉയരാൻ പോകുന്നൊരു കലാലയമായി ഈ ബ്രണ്ണൻ കോളേജിനെ മാറ്റിയെടുക്കാൻ നമ്മുടെ സർക്കാരിനും മുഖ്യമന്ത്രിക്കും കഴിഞ്ഞു എന്നുള്ളത് അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ ധർമ്മടത്തുരുത്ത് 230 കോടി രൂപയുടെ പ്രവൃത്തിയാണ് ഈ മുഴപ്പിലങ്ങാട് ബീച്ചിലും ധർമ്മടം ബീച്ചിലുമായിട്ട് നടത്താനുള്ള പദ്ധതിയിട്ടിട്ടുള്ളത്. അത് 4 ഘട്ടമായിട്ടാണ് പൂർത്തിയാക്കുന്നത്. 230 കോടി രൂപ എന്ന് പറയുന്നത് ഞൊടിയടിയിൽ പൂർത്തിയാക്കാനാവുന്ന ഒരു പദ്ധതിയല്ല, അതിബൃഹത്തായ പദ്ധതിയാണ്. അതിൽ ഫസ്റ്റ് ഫേസ് പൂർത്തിയാക്കി. അത് നമ്മൾ കണ്ടു, മുഴപ്പിലങ്ങാട് ബീച്ച് കണ്ടു. 2ാം ഘട്ടവും മുഴപ്പിലങ്ങാട് ബീച്ചാണ്. 3ാം ഘട്ടവും 4ാം ഘട്ടത്തിൻ്റെ വികസനം ധർമ്മടം ബീച്ചുമായി ബന്ധപ്പെട്ടും ധർമ്മടം തുരുത്തുമായി ബന്ധപ്പെട്ടുമാണ്. ഒരു സംശയം വേണ്ട, അടുത്ത ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ഇന്ന് ധർമ്മടം ബീച്ച് ഇന്ന് കാണുന്ന അവസ്ഥയിലല്ല ഉണ്ടാവുക. ലോകത്തെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായി മുഴപ്പിലങ്ങാട് ധർമ്മടം ബീച്ച് 230 കോടി രൂപ ചെലവിട്ട് ഈ സർക്കാർ പണി പൂർത്തിയാക്കും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു തർക്കവും വേണ്ടതില്ല. അദ്ദേഹം ദേശീയപാത വികസനത്തെക്കുറിച്ച് അതിൽ പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിൻ്റെ പ്രതിനിധി മുഖ്യമന്ത്രി എടുത്ത ഒരു അധ്വാനത്തെക്കുറിച്ച് വിശദമായി അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ദേശീയപാത എന്ന് പറയുന്നത് നമുക്കറിയാം. ദേശീയപാത എന്ന് പറയുമ്പോൾ കേന്ദ്രവും സംസ്ഥാനവും സംയുക്തമായിട്ട് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു മേഖലയാണ്. അതിൽ അവകാശവാദം ഉന്നയിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്ഥലമെടുപ്പ് നടന്ന അത് സുഗമമായി നടക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഇന്ന് കേരളത്തിനകത്ത് ഇന്ത്യക്കകത്തുള്ള ഈ അക്യുസേഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ട ഒരു സൗകര്യമാണ്. മുൻകാലങ്ങളിൽ ജനങ്ങൾക്ക് കൃത്യമായ ഒരു തുക സർക്കാരിൽ നിന്ന് ലഭിക്കാതെ വന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രയാസം മാറിയത് ആ ആക്ട് മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് ഇന്ത്യക്കകത്ത് കൊണ്ടുവന്നതിന് ശേഷമാണ്. അത് ഞങ്ങൾ അവകാശവാദവുമായി മുന്നോട്ടേക്ക് വരുന്നില്ല. പക്ഷേ ഈ ദേശീയപാതയിൽ അവകാശവാദം ഉന്നയിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് അഞ്ചരക്കണ്ടി എയർപോർട്ട് റോഡ് 7 വർഷമായിട്ടും അത് ജനങ്ങളുടെ വിശ്വാസം കയ്യിലെടുത്ത് അവരുടെ വിശ്വാസം നേടിക്കൊണ്ട് അതിൻ്റെ അക്യുസേഷൻ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല? പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയാണ്, എല്ലാവിധ അധികാരങ്ങളും എല്ലാം കൈയാളുന്ന ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായിട്ട് അത് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ പരാജയം അംഗീകരിക്കാൻ പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി തയ്യാറാവണം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ മുഴപ്പിലങ്ങാട് പിന്നെ ധർമ്മടം തുരുത്തിൻ്റെ എല്ലാം പ്രകടനപത്രികയിലെ കാര്യം പറഞ്ഞു. മുൻപും പത്രികകൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് പഴയ മൊയ്തു പാലം എന്ന് പറയുന്നത് അത് നൈറ്റ് വാക്കിൻ്റെ ഒരു കേന്ദ്രമാക്കും, ഫുഡ് സ്ട്രീറ്റ് ആക്കും എന്ന ഒരു വാഗ്ദാനം കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേട്ടതാണ്. പക്ഷെ അതൊന്നും ഈ 10 വർഷങ്ങൾക്ക് ഇപ്പുറവും നടന്നിട്ടില്ല എന്നത് ഒരു ദുഃഖകരമായ, ഇല്ലെങ്കിൽ അത് ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യം കൂടിയാണ്. അതോടൊപ്പം വിട്ടുപോയ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മണ്ഡലം, പ്രത്യേകിച്ച് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പ്, അതിനകത്ത് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി തൻ്റെ നാട്ടിലേക്ക് ഒരു യൂണിറ്റ് കൊണ്ടുവരാൻ സാധിക്കാത്ത, ഇന്നും ഒരു സെക്യൂരിറ്റി ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപായം സംഭവിച്ചു കഴിഞ്ഞാൽ തലശ്ശേരിയിൽ നിന്നോ കൂത്തുറമ്പിൽ നിന്നോ ഈ പറഞ്ഞ ഒരു യൂണിറ്റ് ഇങ്ങോട്ടേക്ക് കടന്നു വരേണ്ട ഒരു സാഹചര്യം ഈ മണ്ഡലത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ ഹരീഷ് ബാബു, അദ്ദേഹം ശബരിമലയിൽ ഉൾപ്പെടെ നടപ്പാക്കിയ വികസനങ്ങളുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ഒപ്പം വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറഞ്ഞു. ഇതിനെല്ലാം മറുപടി. വിശ്വാസി സമൂഹത്തോട്
എന്തുമാത്രം ക്രൂരതയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കാട്ടിയത് എന്ന് കേരളത്തിലെ പൊതുസമൂഹം കണ്ടതാണ്. ഇപ്പോഴും ആ ശബരിമലയിലെ കൊള്ള നടത്തിയ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാമാണ്. സർക്കാർ നിയമിക്കുന്ന ദേവസ്വം ബോർഡ് ചെയർമാൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, CPM-ൻ്റെ നേതാക്കന്മാരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അവരൊക്കെ അനുഭവിച്ചെന്ന് കോടതി കയറി ഇറങ്ങുന്നു. ആ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ചുള്ള വ്യക്തമായിട്ട് അതിൻ്റെ ചെയ്തവരെ ഇന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നതിൽ കേട്ടിട്ടില്ല. അതിൽ ഒത്തുകളിയാണ്. അങ്ങനെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നും വിശ്വാസി സമൂഹത്തെ വഞ്ചിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ വിശ്വാസി സമൂഹത്തിന് നീതി ഇതുവരെ ലഭിച്ചിട്ടില്ല ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ശബരിമലയിൽ സ്ത്രീകളെ അവിടുത്തെ ആചാരാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികളെ അപമാനപ്പെടുത്തുന്ന രീതിയിലുള്ള സമീപനം കൈക്കൊണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണെന്ന് ആർക്കാ അറിയാത്തത്? പിന്നെ ഇപ്പോൾ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയപാത വികസനത്തിൽ നാൾക്ക് നാൾ എല്ലാ കാലത്തും കേന്ദ്ര സർക്കാരിനെയും അതുപോലെ തന്നെ അതിൻ്റെ മന്ത്രി ഗഡ്കരിയെയും നിത്യേന പുകഴ്ത്തുന്നത് ആരാണ്? ഈ സർക്കാർ തന്നെയല്ലേ, ഈ സർക്കാരിൻ്റെ നേതാക്കന്മാർ തന്നെയല്ലേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കോട്ടം വന്നു കഴിഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരിൻ്റെയും, നേട്ടം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെയാണെന്നും പറയുന്ന ഒരു നെറുകെട്ട നിലപാടാണ് CPIM കേരളത്തിൽ കൈക്കൊള്ളുന്നത്. അതാണ് ഇതുമായി ബന്ധപ്പെട്ട നിലപാടുകൾ. ഞങ്ങൾ പറയുന്നത് ഈ നിയോജക മണ്ഡലത്തിൽ അടിസ്ഥാന വികസനം, അദ്ദേഹം ഒരുപാട് കാര്യം പറഞ്ഞു, മുഖ്യമന്ത്രി ചെയ്തു എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ താഴെത്തട്ടിലേക്ക് നോക്കൂ. നമ്മളിപ്പോൾ SSLC +2 കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ എന്ത് കോഴ്സ് തിരഞ്ഞെടുക്കും? ആ കോഴ്സിനനുസരിച്ചിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ മണ്ഡലത്തുണ്ട്. അദ്ദേഹം പറഞ്ഞു ബ്രണ്ണൻ കോളേജിൽ അത്ര പുതിയ കോഴ്സുകൾ സ്ഥാപിച്ചു എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇന്ന് അടിസ്ഥാനപരമായി നമ്മുടെ രക്ഷിതാക്കൾ ആശങ്കാകുലരാണ്. അവർ മംഗലാപുരത്തോ ബാംഗ്ലൂരിലോ ലക്ഷങ്ങൾ കൊടുത്ത് ഏതെങ്കിലും ഒരു തൊഴിൽ ലഭിക്കുന്ന കോഴ്സിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിന്ന് മക്കൾക്ക് ജോലി ലഭിക്കുന്ന, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ തക്ക രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം, ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് സമ്പ്രദായം ഇത് കൊണ്ടുവരാൻ ഇവിടെ സാധിച്ചോ? യഥാർത്ഥത്തിൽ 10 വർഷം ഭരിച്ചിട്ട് 10 പേർക്ക് തൊഴിൽ ലഭ്യമാകുന്ന ഒരു സ്ഥാപനത്തെയും ധർമ്മട നിയോജകമണ്ഡലത്തിൽ വന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരുപാട് പേർ ബീഡി തൊഴിലാളികൾ, എത്രയോ ആളുകൾക്ക് പരമ്പരാഗത അവരുടെ തൊഴിൽ മേഖല നഷ്ടപ്പെട്ടു. അവരെ പുനരുജ്ജീവിക്കുന്നുള്ള ഒരു പാക്കേജ് കൊണ്ടുവരാൻ സാധിച്ചോ? അപ്പോൾ ഈ നിയോജക മണ്ഡലത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള വിഷയത്തിൽ നിന്ന് മാറിക്കൊണ്ട് വ്യത്യസ്ത രീതിയിലേക്കാണ് ഈ ചിന്തകളെ പോകുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ പൊതുസമൂഹം ഇതെല്ലാം കാണുന്നുണ്ട്. കേരളത്തിലെ പൊതുസമൂഹം ഇതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. മുന്നേ ഉണ്ടായിരുന്ന പോലെ നാം പറയുന്നത് പോലെ അനുസരിക്കുന്ന, നാം പറയുന്ന പോലെ ചിന്തിക്കുന്ന ഒരു രീതിയല്ല. മാറ്റം മാറി വരുന്നുണ്ട്, യുവസമൂഹം മാറുന്നുണ്ട്, ഇത് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ നല്ലൊരു പ്രതിഫലനം ഉണ്ടാവുക തന്നെ ചെയ്യും. LDF പ്രതിനിധിയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ NDA പ്രതിനിധി പറഞ്ഞു വെച്ച ഒരു കാര്യം, യുവതി യുവാക്കൾ അല്ലെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ടവർ പുതിയ കോഴ്സിന് വേണ്ടിയിട്ട് മാംഗ്ലൂരും മറ്റും പോകുന്നു, അതിൻ്റെ പ്രതിഫലനം നമ്മുടെ വോട്ടിൽ കാണാമെന്നുള്ളതാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജൻസി വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കൾ, ധർമ്മടം മണ്ഡലം അടക്കമുള്ള കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലുള്ള യുവാക്കൾ പറയുന്നത് മൂന്നാമതും LDF സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ്. പ്രത്യേകിച്ച് വൈജ്ഞാനിക സമൂഹത്തിൽ അത് നമ്മുടെ ഒരു LDF സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. വൈജ്ഞാനിക സമൂഹം അതുപോലെ വൈജ്ഞാനിക സമ്പദ്ഘടന രൂപപ്പെടുത്തുക എന്നുള്ളത്. അതിൽ നമ്മുടെ യുവതി യുവാക്കൾ വളരെ സംതൃപ്തരാണ്. അവരുടെ ബോഡി ലാംഗ്വേജിൽ മാത്രമല്ല, അവരുടെ സംസാരത്തിലും അവർ വളരെ കൃത്യമായി പറയുന്നുണ്ട് LDF മൂന്നാമതും അധികാരത്തിൽ വരുമെന്നുള്ളത്. അതിൻ്റെ കാരണങ്ങളിലൊന്ന് LDF പ്രതിനിധി പറയണം. 2016 മുതൽ 21 വരെയുള്ള ഒന്നാമത്തെ പിണറായി സർക്കാർ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെ സെക്കൻഡറി വിദ്യാഭ്യാസം വരെയുള്ള വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്താനാണ് ശ്രമിച്ചത്. അതിന് വലിയ മാറ്റമുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖല പരിശോധിച്ചാൽ 28 സംസ്ഥാനങ്ങളിൽ സെക്കൻഡറി വിദ്യാഭ്യാസം വരെയുള്ള വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറിയിട്ടുണ്ട്. 5000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് സെക്കൻഡറി വിദ്യാഭ്യാസ ഗവൺമെൻറ് ഹൈസ്കൂളുകൾക്കും ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി 2011 മുതൽ 16 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സർക്കാർ വിദ്യാലയങ്ങളിൽ പടിപടിയായി കുട്ടികൾ കുറഞ്ഞു വരുമ്പോൾ ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 10 വർഷക്കാലത്തെ കണക്ക് പരിശോധിച്ചാൽ ഏതാണ്ട് 10 ലക്ഷം കുട്ടികൾ സർക്കാർ വിദ്യാലയങ്ങളിൽ അധികമായി പ്രവേശനം നേടി എന്നുള്ളത് സർക്കാർ വിദ്യാലയങ്ങളിൽ വന്നിട്ടുള്ള മാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. അതിന് മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പ്രധാനമായും ഉദ്ദേശിച്ചത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായ ഇടപെടൽ വേണമെന്നുള്ളതാണ്.
അപ്പോൾ വൈജ്ഞാനിക സമൂഹവും സമ്പദ്ഘടനയും കെട്ടിപ്പടുക്കുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ ഇടപെടൽ നടന്നിട്ടുള്ളത്. ഇന്ന് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 100 കോളേജുകൾ എടുത്താൽ അതിൽ 18 കോളേജുകൾ ഈ കേരളത്തിലുള്ള കോളേജുകളാണ്. യൂണിവേഴ്സിറ്റികൾ എടുത്താൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, കൊച്ചി കുസാറ്റ്, കേരള സർവകലാശാല തുടങ്ങിയിട്ടുള്ള സർവകലാശാലകൾ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് ഈ 5 വർഷക്കാലത്തെ അനുഭവം പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഇങ്ങനെയുള്ള കോളേജുകളിൽ പുതുതലമുറ കോഴ്സുകൾ ആരംഭിച്ച് പഠനത്തോടൊപ്പം തന്നെ ഒരു ജോലിക്കാവശ്യമായ പരിശീലനവും കൂടി ലഭ്യമാക്കത്തക്ക നിലയിലുള്ള പരിഷ്കരണമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി സർവകലാശാല ക്യാമ്പസുകളിലും കോളേജ് ക്യാമ്പസുകളിലൊക്കെ സർപ്ലസായി കിടക്കുന്ന ഭൂമി ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാൻ വിട്ടുകൊടുത്തുകൊണ്ട് പഠനത്തോടൊപ്പം ചെറിയ ജോലിയും കരസ്ഥമാക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക്, ഒരു നിലപാടിലേക്ക് നമ്മുടെ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ആർക്കെങ്കിലും മറുപടി പറയാനുണ്ടെങ്കിൽ പറയാം. വൈജ്ഞാനിക മേഖലയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹം കാണുന്നത് നമ്മുടെ കേരളത്തിലെ യുവസമൂഹത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടുമായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കോളേജ് ക്യാമ്പസുകൾ മുഴുവൻ ലഹരിയുടെയും അതുപോലെ തന്നെ മദ്യത്തിൻ്റെയും കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നാടിനെ അപമാനിക്കുന്നതല്ല, നഗ്നമായിട്ടുള്ള സത്യമാണ്. ഇന്ന് നമ്മുടെ കേരളത്തിലെ യുവതലമുറ, കേരളത്തിലെ വൈജ്ഞാനിക എന്റെ അഭിപ്രായം പറയാലോ, വൈജ്ഞാനിക സമൂഹത്തെ നമ്മുടെ ഏതൊരു സമൂഹവും നല്ല രീതിയിൽ പോകണമെങ്കിൽ കേരളത്തിൽ ഉന്നത നിലവാരമുള്ള മനുഷ്യനെ വാർത്തെടുക്കണമെങ്കിൽ അതിനുള്ള ഭൗതികമായിട്ടുള്ള സംവിധാനത്തെ ഒരുക്കേണ്ടത്. പക്ഷെ ഇവിടെ ഭൗതിക സംവിധാനം എന്താണ്? നമ്മുടെ കടലോരങ്ങൾ കേന്ദ്രീകരിച്ച് കഞ്ചാവും മയക്കുമരുന്നിന്റെയും കേന്ദ്രങ്ങൾ നടക്കുന്നു. അതൊരു യാഥാർത്ഥ്യമല്ലേ? ആ കേന്ദ്രങ്ങൾ നാട്ടിലെ കാര്യം പറയപ്പോ നമ്മുടെ ബീച്ചുകൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കേന്ദ്രങ്ങൾ നടക്കുന്നു. ഒന്നുമില്ല എന്നാണോ അങ്ങ് പറയുന്നത്? നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ കിടക്കുന്ന കേസുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അങ്ങനെ യാഥാർത്ഥ്യത്തെ അങ്ങനെ നടക്കുന്ന യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടുന്നത് കേരളത്തെ യുവസമൂഹത്തെ കേരളത്തിൽ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? നമ്മുടെ ബാറുകളുടെ പ്രവർത്തന രീതി കൂട്ടിയത് ഇതിനു വേണ്ടിയിട്ടാണോ? അപ്പം എല്ലാ സംവിധാനത്തിലും നമ്മുടെ യുവസമൂഹത്തെ നേരായ വഴിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ സർക്കാർ എന്നുള്ള രീതിയിൽ ആ രീതിയിലുള്ള ഇടപെടൽ നടത്തണം. ആ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നതിന് പകരം അതിന് യുവാക്കളെ വഞ്ചിക്കുന്ന നിലപാടുകളാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിൽ യുവാക്കളെ വഞ്ചിക്കുന്ന കാര്യം ഹരീഷ് ബാബു പറയുകയുണ്ടായി. ഞാൻ ഹരീഷ് ബാബുവിനെ ഓർമ്മപ്പെടുത്തുകയാണ്. 2014 മോദി സർക്കാർ അധികാരത്തിലേറിയത്. ആ തെരഞ്ഞെടുപ്പിൽ നൽകിയ വാഗ്ദാനം 1 വർഷം 2 കോടി യുവജനങ്ങൾക്ക് തൊഴിലാണ്. ഇപ്പോൾ 10-12 വർഷം പിന്നിട്ടു. തുടർച്ചയായി BJP ഭരിക്കുകയാണ്. ഈ പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്ന് പറഞ്ഞിട്ട് ഈ 12 വർഷക്കാലത്തിനിടയിൽ 24 കോടി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കേണ്ടതാണ്. 24 കോടി പോയിട്ട് 2000 തൊഴിലവസരങ്ങൾ BJP സർക്കാർ ഉണ്ടാക്കി ഈ രാജ്യത്ത്. എന്നിട്ട് നിങ്ങളിവിടെ യുവജനങ്ങളെ വഞ്ചിച്ച കഥയാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ 2 കോടി പേർക്ക് തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിന് നേരിട്ട് യുവജനങ്ങളെ വഞ്ചിച്ച് വോട്ട് നേടി അധികാരത്തിൽ വന്നിട്ട് എല്ലാം മറന്നു പോകുന്നതല്ല, ബോധപൂർവ്വം മറക്കുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചു, പ്രകടന പത്രിക എന്ന് പറയുന്നത് മറ്റ് 2 സംഘടനകൾക്ക് മറ്റ് 2 മുന്നണികൾക്ക് അവർക്കൊരു അത് നടപ്പിലാക്കേണ്ടതല്ല എന്ന കാര്യത്തെക്കുറിച്ച് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത്, കഴിഞ്ഞ 2ാം പിണറായി സർക്കാർ ഇവിടെ കടന്നു വരുമ്പോൾ അന്ന് പ്രകടന പത്രികയിൽ നൽകിയൊരു വാഗ്ദാനം എന്ന് പറയുന്നത് ക്ഷേമ പെൻഷനെ കുറിച്ചായിരുന്നു. ക്ഷേമ പെൻഷൻ 2500 രൂപയായി ഉയർത്തും എന്ന് വാഗ്ദാനം ചെയ്ത് കടന്നു വന്ന ഒരു സർക്കാർ. ഞങ്ങൾ ഉയർത്തിയില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ അത് ഏത് കാലത്താണ് ആ വർധന ഉണ്ടായത് എന്ന് നിങ്ങൾ പരിശോധിക്കണം.
കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി ആ ക്ഷേമ പെൻഷൻ്റെ തുക വർദ്ധിപ്പിച്ചു. അതിനു മുൻപ് കുടിശ്ശികയായിരുന്നു. ആ കുടിശ്ശിക ലഭിക്കാതെ ആത്മഹത്യ ചെയ്ത ചെക്കിട്ടപ്പാറയിലെ ജോസഫ് ഏട്ടനെ ഞങ്ങളെല്ലാവരും വാർത്തകളിലൂടെ കണ്ടതാണ്. പിന്നെ രണ്ടാമത് ഈ യുവജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. തൊഴിൽ നൽകുന്നുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ആർക്ക് നൽകുന്നു എന്നതാണ് ഇവിടുത്തെ വിഷയം. ഞാൻ പറയുന്നു, ഇവിടുത്തെ ഏറ്റവും കൂടുതൽ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ, നിയമപാലനം നടത്താൻ മുന്നോട്ട് വരേണ്ട ഒരു വകുപ്പിലകത്തേക്ക് ഇവിടുത്തെ SFI നേതാക്കളെ തിരികെ കയറ്റുന്നു. അതും കുത്തുകേസിലെ പ്രതികളെ തിരികെ കയറ്റുന്ന ഒരു സാഹചര്യം അത് കേരളം കണ്ടതാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട ഒരു മന്ത്രിയുടെ ബന്ധപ്പെട്ട് നടന്ന വിഷയങ്ങളെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ തൊഴിൽ നൽകുന്നുണ്ട്. ആർക്ക് എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ CPMൻ്റെ നേതാക്കളുടെ മക്കൾക്ക്, ഇവിടുത്തെ SFIക്കാർക്ക്, ഇവിടുത്തെ DYFIക്കാർക്കാണ് കൂടുതലായി തൊഴിൽ നൽകുന്നത് എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ തൊഴിൽ എന്ന സമയത്ത് ആയിരക്കണക്കിന് ആളുകൾ തൊഴിൽ ചെയ്തിരുന്ന തിരുവൈപ്പതി മില്ല്, ആ മില്ലിൽ പണിയെടുത്ത തൊഴിലാളികളെ വഞ്ചിച്ച് അവരുടെ സ്ഥാപനം തന്നെ പാർട്ടിക്ക് വിവിധ പരിപാടികൾ നടത്താനുള്ള ഹാളാക്കി മാറ്റിക്കൊണ്ട് വരുമാനമുണ്ടാക്കിയ സ്ഥാപനമായി തൊഴിലാളികളെ വഞ്ചിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് ഇതിൽ പരം ദൃഷ്ടാന്തം വേറെ ഇല്ലല്ലോ. അതുകൊണ്ട് ഈ കേരളത്തിൽ ഒരുപാട് ഇപ്പോൾ കൊല്ലത്ത് ഉള്ള ഒരു ഹോസ്പിറ്റൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊണ്ടുവരുന്നു പറഞ്ഞു. അവിടെ ധാരാളം കശുവണ്ടി തൊഴിലാളികളുള്ളതാണ്. അതുകൊണ്ട് ഈ SI ഹോസ്പിറ്റൽ കൊണ്ടുവന്നു. അതിന് പിന്നിൽ നിന്ന് കുത്തി എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഒരുപാട് ഈ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. തൊഴിൽ സംബന്ധിച്ച് CPMൻ്റെ പോഷക സംഘടനയും അതുപോലെ തന്നെ ആളുകൾക്കുമാണ് സർക്കാർ സർവീസിലും അതുപോലെ തന്നെ തൊഴിൽ ലഭിക്കുന്നത്. തൊഴിൽപരമായിട്ടുള്ള PSCയുടെ നിയമനം വളരെ കുറവാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. PSC നിയമനം ഇവിടെ കൊണ്ടുപോകുന്നു എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ യുവസമൂഹം ആശങ്കാകുലരാണ്. അവർ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഈ ചർച്ചകളൊക്കെ എന്തൊക്കെ രീതിയിൽ വഴിതിരിച്ച് വിട്ട് കഴിഞ്ഞാലും അവരവർ അനുഭവിക്കുന്ന ജീവൽ പ്രശ്നങ്ങളുണ്ട്. ആ ജീവൽ പ്രശ്നങ്ങൾ അവരുടെ ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ എന്തുതന്നെ സാധിക്കില്ല. അവർ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകുക തന്നെ ചെയ്യും. ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യം പറഞ്ഞു. എനിക്ക് രാഹുലിനോട് സഹതാപമുണ്ട്. ഈ ക്ഷേമ പെൻഷൻ 2500 ആക്കിയില്ല എന്നതാണ് രാഹുലിൻ്റെ വിമർശനമെങ്കിൽ അതൊക്കെ അംഗീകരിക്കാം. പക്ഷേ രാഹുലിൻ്റെ നേതാവ് മുഖ്യമന്ത്രിയായി 11 മുതൽ 16 വരെ ഭരിക്കുമ്പോൾ അന്ന് 500 രൂപയായിരുന്നു പെൻഷൻ, 600 രൂപയാക്കി വർദ്ധിപ്പിച്ചു. 600 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ട് 600 രൂപ കൊടുത്തോ? ഇല്ല. 18 മാസക്കാലത്തെ പെൻഷൻ കുടിശ്ശികയാക്കിയിട്ടാണ് 2016 ശ്രീ ഉമ്മൻചാണ്ടി അധികാരം വിട്ടൊഴിഞ്ഞത്. ആ പെൻഷൻ പിന്നീട് 2000-ലേക്ക് എത്തിച്ചത് ഈ സർക്കാരാണ്. ശരിയാണ്, നമ്മുടെ പ്രകടന പത്രികയിൽ 2500 ഉണ്ടായിരുന്നു. ഞാൻ രാഹുലിനോട് യോജിക്കുന്നു ആ കാര്യത്തിൽ. എന്തുകൊണ്ടാണ് 2500 കൊടുക്കാൻ പറ്റാത്തത്? അതിൽ ഹരീഷ് ബാബുവിൻ്റെ പാർട്ടിയും പ്രതിയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ കാര്യത്തിൽ ചില പെൻഷൻ കൊടുക്കുന്നതിൽ ഒരു ചെറിയ ശതമാനം സംഖ്യ, വളരെ നേരിയ സംഖ്യ കേന്ദ്ര ഗവൺമെൻറ് സഹായമുണ്ട്. ആ കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ട സഹായം പൂർണ്ണമായും നിഷേധിച്ചു. വർഷങ്ങളായിട്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സഹായം കിട്ടുന്നില്ല. കേന്ദ്രവും കേരളവും ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ ശക്തമായ കേന്ദ്രം, സംതൃപ്തമായ സംസ്ഥാനം, ഇതാണ് ഫെഡറൽ സംവിധാനത്തിൻ്റെ സത്ത. പക്ഷേ കേരളത്തിന് എപ്പോഴെങ്കിലും ഒരു സംതൃപ്തി ഉണ്ടായിട്ടുണ്ടോ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാലത്ത്? കേരളത്തോട് എല്ലാ കാര്യത്തിലും ചിറ്റമ്മ നയമല്ല സ്വീകരിക്കുന്നത്, രാഷ്ട്രീയമായ വിവേചനമല്ല കാണിക്കുന്നത്. ഈ പാവപ്പെട്ട ജനവിഭാഗത്തിന് അവരുടെ അവകാശമായ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് തുച്ഛമായ ഒരു സഹായം കേന്ദ്ര ഗവൺമെൻറ് നൽകുമ്പോൾ ആ സഹായം പോലും നിഷേധിച്ച് ഈ സർക്കാരിനെ തിരിഞ്ഞുകുത്താനല്ലേ നിങ്ങൾ പരിശ്രമിച്ചത്? ചോദിച്ചോളൂ. നമ്മുടെ ധർമ്മടത്തിൻ്റെ ദേശീയപാത റോഡുകളുടെ അവസ്ഥയെക്കുറിച്ച് രാഹുൽ ഇവിടെ നിന്ന് വർണ്ണിച്ചിരുന്നു. അതൊരു നയ പൈസക്ക് കൊള്ളാത്ത റോഡുകളാണ് എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞത്. അതിൽ ദേശീയപാത 66 ഉണ്ട്, NH 17 ഉണ്ട്, സ്റ്റേറ്റ് ഹൈവേ ഉണ്ട്, PWD റോഡുകളുണ്ട്, ഗ്രാമീണ റോഡുകളെല്ലാം പെടും. ഇതെല്ലാം വളരെ പോക്കാണെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് രാഹുൽ ഈ ധർമ്മടം ഈ മണ്ഡലത്തിലൂടെ സഞ്ചരിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് താങ്കളുടെ ഒരു നേതാവാണല്ലോ. അദ്ദേഹം ഇന്നലെ ഒരു മീഡിയയിൽ കൊടുത്ത അഭിമുഖത്തിൽ പിണറായി വിജയനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ടതിൽ. അതിൽ പറഞ്ഞ കാര്യം എന്താണ്? ദേശീയപാത ഇന്നത്തെ ഈ രൂപത്തിൽ നമ്മുടെ ഒരു സ്ഫടിക പ്രതലം പോലെ മിന്നിത്തിളങ്ങുന്നതിൽ പിണറായി വിജയൻ്റെ സ്തുത്യർഹമായ സേവനം ഞാൻ എപ്പോഴും മാനിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം നമ്മുടെ നേതാവല്ല, താങ്കളുടെ നേതാവാണ്. CPMകാരനോ LDFകാരനോ അല്ല. ഇനി പണ്ട് കേരളത്തിൽ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത്
അല്ല, അദ്ദേഹത്തോട് ചോദിക്കാനുള്ള എന്താണ് ചോദ്യം തന്നെയാണ് അതിലേക്കാണ് വരുന്നത്. അന്ന് ഇവിടെ ഒരു ദേശീയ പാത അതോറിറ്റി ഉണ്ടായിരുന്നു, നാഷണൽ ഹൈവേ അതോറിറ്റി ഉണ്ടായിരുന്നു, അതിന് ഓഫീസ് ഉണ്ടായിരുന്നു ഇവിടെ. ആ ഓഫീസ് എന്തിനാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് അടച്ചു പൂട്ടിയിട്ട് ആ ഓഫീസിലെ ആൾക്കാർ ഡൽഹിയിലേക്ക് പോയത്? എന്തിനു വേണ്ടിയാണ്? അതിൻ്റെ ഉത്തരം പറയണം. രണ്ടാമത് അല്ല, അതിന് മറുപടി പറയട്ടെ അദ്ദേഹം. അല്ല, ഇത് രണ്ടുപേരും കൂടി പറഞ്ഞോട്ടെ. ഇനി BJPയുടെ പ്രതിനിധിയോടാണ് എനിക്ക് മറ്റൊരു ചോദ്യമുള്ളത്. അദ്ദേഹം ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയെക്കുറിച്ച്, കളവിനെക്കുറിച്ച് ഒരു തെറ്റായ കാര്യം ഈ സമക്ഷം ബോധിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഒരടിസ്ഥാനവുമില്ലാത്ത ചില വ്യക്തികളെ പ്രതികളാക്കി നിർത്തിക്കൊണ്ടാണ് സംസാരിച്ചത്. അതിൽ അദ്ദേഹം ബോധപൂർവം വിട്ടുകളഞ്ഞത് നമ്മുടെ കുപ്രസിദ്ധനായ പോറ്റിയെക്കുറിച്ചും, ആ പോറ്റി നമ്മുടെ സോണിയാഗാന്ധിയുടെ സമക്ഷം കോൺഗ്രസിൻ്റെ MP മാരടക്കം നിന്നുകൊണ്ടുള്ള ഫോട്ടോസും ഇടപെടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും ഒഴിവാക്കാൻ പറ്റാത്ത പ്രതികൾ ഇവരൊക്കെയാണ്. എന്തുകൊണ്ട് അവരുടെ പേരുകൾ പറഞ്ഞില്ല, മറ്റു പേരുകൾ മാത്രം പറയുന്നു? അപ്പം നിങ്ങൾ തമ്മിലുള്ള ഒരു ഡീലാണോ ഈ കാര്യത്തിൽ ഉണ്ടായത് എന്നാണ്. അതായത് തൊട്ടടുത്ത് നിൽക്കുന്ന രാഹുലിൻ്റെ പാർട്ടിയും താങ്കളുടെ പാർട്ടിയും തമ്മിലൊരു ഡീൽ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നോ? താങ്കൾ ഉന്നയിച്ച ആദ്യത്തെ ചോദ്യം റോഡുകളുടെ വികസനത്തെക്കുറിച്ചാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റോഡുകളുടെ വികസനം എന്ന് പറയുന്നത് അതിൻ്റെ വീതി വർദ്ധിപ്പിക്കലാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ രണ്ട് സൈഡിലും കമ്പി വെച്ച് ഈ പറഞ്ഞ പൂച്ചെടികൾ വെച്ചതുകൊണ്ട് റോഡ് വികസനമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം യാത്രയ്ക്ക് ആവശ്യമായിട്ടാണല്ലോ റോഡ് ഞങ്ങൾ സ്വാഭാവികമായിട്ട് നിർമ്മിക്കുന്നത്. അപ്പോൾ ഞാൻ ഉന്നയിച്ച രണ്ട് റോഡുകൾ, ഒന്ന് അഞ്ചരക്കണ്ടിയിലുള്ള എയർപോർട്ട് റോഡും മറ്റൊന്ന് ഈ കൂത്തുപറമ്പ് കണ്ണൂർ റോഡായിരുന്നു. ആ റോഡിൻ്റെ അവസ്ഥ ഇന്നും ഞാൻ അവിടെ സഞ്ചരിച്ച ആളാണ്. ഞാൻ കഴിഞ്ഞ ഇവിടെ നിയമവിദ്യാർത്ഥിയായിട്ട് 5 വർഷം ഈ മണ്ഡലത്തിൽ ഉള്ള പാലയാട് ക്യാമ്പസിൽ പഠിച്ചൊരു വ്യക്തിയാണ്. ഈ റോഡിൻ്റെ അവസ്ഥയും ഈ റോഡിൻ്റെ വികസനത്തെക്കുറിച്ച് നല്ല ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഞാൻ ഈ പറഞ്ഞ റോഡിൻ്റെ വികസനം എന്ന് പറയുന്നത് അത് വീതി കൂട്ടാതെ ഒരിക്കലും റോഡ് വികസിക്കില്ല. പ്രത്യേകിച്ച് ഗതാഗതം ഇത്രയേറെ വർദ്ധിച്ചു വരുന്ന, എല്ലാവരും സ്വകാര്യ വാഹനങ്ങളുമായി തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഉത്സവങ്ങളോ ഒരു ഫെസ്റ്റിവലോ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ധർമ്മടത്തേക്ക് തന്നെ കടന്നു വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ഇവിടുത്തെ പ്രദേശവാസികൾക്കറിയാം, ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ആ കാര്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ കൃത്യമായി ബോധിപ്പിച്ചത്. അതിലെന്ത് ചെയ്യാൻ സാധിച്ചു ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് എന്ന ചോദ്യം മാത്രമാണ് ഞാൻ ഉന്നയിച്ചത്. അത് സ്വാഭാവികമായിട്ട് അതിനുള്ള മറുപടി എനിക്ക് കൃത്യമായി ലഭിച്ചില്ല. അഞ്ചരക്കണ്ടീൻ്റെ വിഷയത്തെക്കുറിച്ചൊന്നും ഇവിടെ പ്രതിപാദിച്ചില്ല. തീർച്ചയായിട്ടും അങ്ങ് ചോദിച്ചത് വളരെ ഗൗരവം വിട്ടുപോകുന്നതല്ല. കാരണം കേരളത്തിലെ ദേവസ്വം ബോർഡുകളെ നിയന്ത്രിക്കുന്ന UDFൻ്റെ കാലത്ത് UDFൻ്റെ ദേവസ്വം മന്ത്രിയാണ്. ആ സമയം UDFൻ്റെ ദേവസ്വം ബോർഡ് ചെയർമാൻ ആ കാലഘട്ടത്തിൽ ഉണ്ടാവാറുണ്ട്. LDFൻ്റെ കാലത്ത് ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്നത് LDFൻ്റെ ചെയർമാനാണ്. പക്ഷേ ഈ പോറ്റിയായിട്ട് സോണിയാഗാന്ധിക്കും ബന്ധമുണ്ട്. അതുപോലെ തന്നെ അന്ന് ഈ ഇടതുപക്ഷ സർക്കാരിലെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള ചിത്രങ്ങളും ലൈവായിട്ട് വരുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ പോറ്റിയും ഈ കള്ളന്മാരുമായിട്ടുള്ള കൂട്ട് LDFനും UDFനും ധാരാളമായിട്ടുണ്ട് എന്ന് ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കോടതികളിലൂടെ അവരുടെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് കാണുന്നുണ്ട്. പിന്നെ ഈ അടിസ്ഥാനം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ ചർച്ച നീണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ ഈ ധർമ്മടം നിയോജക മണ്ഡലത്തിലെ ഈ ഗതാഗത പ്രശ്നത്തെ സംബന്ധിച്ച് നമ്മളിപ്പോൾ കൊടിവള്ളി മുതൽ എയർപോർട്ട് വരെയുള്ള ചെറുക്കൻ റോഡ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നം കിടക്കുകയാണ്. അത് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് സാധാരണക്കാരായ ആളുകൾ അവരുടെ ഭൂമി ഇപ്പോൾ എന്ത് ചെയ്യും? അവർക്കൊരു കല്യാണം വന്നു കഴിഞ്ഞാൽ ആ ഭൂമി വിൽക്കാൻ സാധിക്കുമോ? ആ എയർപോർട്ട് റോഡ് ഏറ്റെടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു വ്യക്തത വരുത്തണ്ടേ? കഴിഞ്ഞ 10 വർഷമായില്ലേ തുടർച്ചയായിട്ട് ഇത് നീണ്ടുപോകുന്നത്. ആ വ്യക്തി വരുന്നില്ല. നമ്മുടെ പ്രധാനപ്പെട്ട ടൗൺ അഞ്ചരക്കണ്ടി ടൗൺ ഗതാഗത കുരുക്കാണ്. നമ്മുടെ ചക്കരക്കൽ ടൗൺ ഗതാഗത കുരുക്കാണ്. അവിടങ്ങളിൽ നീണ്ട ഈ 10 വർഷം എല്ലാ ബ്ലോക്കും ജില്ലാ പഞ്ചായത്തും എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് പോലും നമുക്കത് അത്തരം പ്രശ്നങ്ങളിലേക്ക് പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ ഇങ്ങനെ ഈ ചർച്ചയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ് എനിക്കറിയാം. ഗ്രാമീണ റോഡുകൾ ഇല്ലയെന്ന് പറയുന്നില്ല. ഒരുപാട് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ഉപയോഗിച്ചുകൊണ്ട് ആ പദ്ധതി ഒരുപാട് റോഡുകൾ നന്നായിട്ടുണ്ട്. പക്ഷേ അതിലേറെയുള്ള റോഡുകൾ, ഗ്രാമീണ റോഡുകൾ വളരെ ദയനീയമാണ്. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്രാമീണ റോഡുകളുടെ ദയനീയമായ ചിത്രം ഗ്രാമപ്രദേശങ്ങളിൽ പോയി കാണാം. നമ്മളത് കാണിച്ചു തരാൻ തയ്യാറാണ്. നമ്മൾ അത്തരം ഘടകങ്ങൾ എടുക്കും. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഇവിടെ ഈ അഞ്ചരക്കണ്ടി പുഴ, അവിടെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ബോട്ട് സർവീസ് തുടങ്ങുന്നു. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, മമ്പറത്ത് ഒരു ബോട്ട് ജെട്ടി, ഇവിടെ മേലൊരു ബോട്ട്. എപ്പോഴാണ് ഈ ബോട്ട് ജെട്ടി വരിക? എത്ര കോടിക്കണക്കിന് ഉറുപ്പികയാണ് ഇതിൻ്റെ മറവിൽ നീങ്ങിയിട്ടുള്ളത്? ഇതൊരു യാഥാർത്ഥ്യമല്ലേ? ആ യാഥാർത്ഥ്യത്തെ നമ്മൾ മറച്ചു വെച്ചുകൊണ്ട് ഒരു വികസനം എന്ന് പറയുന്നത് കോടികളുടെ വികസനം നടക്കുന്ന സമയത്ത് ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ നിലനിൽക്കുന്നു. ആ ഘടകങ്ങളിലേക്ക് നിലനിൽക്കുന്ന സമയത്ത് അതൊരു ചർച്ചാ വിഷയമാവണം. തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. അത് ധർമ്മടത്ത്
ദേശീയ ജനാധിപത്യ സഖ്യം ഉന്നയിക്കും. തീർച്ചയായിട്ടും ഇതിൽ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതിൽ രാഹുൽ 2-3 തവണയായി കൊടുവള്ളി എയർപോർട്ട് റോഡിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി വരുത്തുന്നത് നല്ലതാണ്. ഇപ്പോൾ കൊടുവള്ളി അഞ്ചരക്കണ്ടി എയർപോർട്ട് റോഡ് മട്ടന്നൂർ വരെയുള്ള റോഡ് 4 വരി പാതയാകും. അത് യാതൊരു സംശയം വേണ്ട, 4 വരി പാതയാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ സ്ഥലമേറ്റെടുപ്പുമായി ഏറെക്കുറെ എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ സർവേ പ്രവർത്തനം അന്തിമഘട്ടത്തിലാണ്. സർവേ പൂർത്തിയാക്കിയിട്ട് വേണം കോമ്പൻസേഷനെ കുറിച്ച് തീരുമാനിക്കാൻ. അപ്പോൾ ഒരു വലിയ പ്രോജക്റ്റ് നടപ്പിലാക്കുമ്പോൾ ഇച്ചിരി കാലതാമസമൊക്കെ വേണ്ടി വരും. നിങ്ങൾ ഈ ദേശീയപാത ഈ ബൈപ്പാസ് റോഡ് പൂർത്തിയാക്കാൻ എത്ര വർഷങ്ങളെടുത്തിട്ടുണ്ട്? 45 വർഷം മുമ്പ് സ്ഥലം എടുത്തിട്ടിട്ട് ഇപ്പോഴല്ലേ പൂർത്തിയാക്കിയത്? അപ്പോൾ ഒരു വലിയ പ്രോജക്റ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ വലിയ പ്രശ്നമാണ്. അതല്ലേ ഈ എയർപോർട്ട് അല്ല ഈ പിന്നെ ദേശീയപാത അതോറിറ്റി ഓഫീസും പൂട്ടി പോയത്. സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ വിഷമമാണ് കേരളത്തിന്, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ വിഡ്രോ ചെയ്യാണ്, നിങ്ങൾ പൂട്ടി പോയിക്കോളി എന്ന് പറഞ്ഞത് അതുകൊണ്ടല്ലേ രാഹുലിൻ്റെ പിന്നെ സർക്കാർ ഭരിക്കുന്ന കാലത്ത്. അപ്പോൾ സ്ഥലം ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു കീറാമുട്ടി പ്രശ്നമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ച് ഇപ്പോൾ അലൈൻമെൻറ്റ് വിവിധ ഘട്ടങ്ങളിൽ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അലൈൻമെൻറ്റെല്ലാം മാറ്റി ഇപ്പോൾ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ സർവേ നടത്തി അവരുടെ നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് തീരുമാനമെടുത്ത് അടുത്ത സർക്കാരിൻ്റെ ഏറ്റവും ആദ്യത്തെ പരിഗണന ഈ എയർപോർട്ട് റോഡ് 4 വരിപ്പാത പൂർത്തിയാക്കാനാണ്. അത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും എന്ന് ഞാനിവിടെ ഉറപ്പ് നൽകുകയാണ്. പിന്നെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒറ്റ കാര്യം അതിൽ പറയുന്നുള്ളൂ. ഈ പോറ്റിയെ കയറ്റിയതാരാണ്? 2004 KC വേണുഗോപാൽ ഇവരുടെ സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറിയാണ് കോൺഗ്രസിൻ്റെ. അദ്ദേഹം കേരളത്തിൻ്റെ ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോഴാണ് പോറ്റിയെ കയറ്റിയത്. ഒരു അസിസ്റ്റൻ്റ് പൂജാരിയുടെ പരികർമ്മിയായിട്ടാണ് കയറിയത്. ആ പരികർമ്മി പിന്നെ ഈ ശബരിമലയുടെ ആകെ ആളായി മാറി. അങ്ങനെ പാളികൾ അടർത്തിയെടുക്കാനും കൊടിമരം മോഷണം നടത്താനും ഒക്കെ ഈ പോറ്റി കൂട്ടുനിന്നു. ആ പോറ്റി എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിയതെന്നുള്ളതെല്ലാം നിങ്ങൾ പരിശോധിക്കും. കുറേ കാലമായാലും ചർച്ച ചെയ്യുന്നത്. ആ പോറ്റിയെ ഈ കള്ളനെ കാട്ടുകള്ളനെ സ്വർണ്ണക്കടത്തുകാരനെ ജയിലിലടച്ചത് കേരളത്തിൻ്റെ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞാൻ ആദ്യം മുതലേ ഉന്നയിക്കാത്തൊരു വിഷയമായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട്. ഞങ്ങൾ ചർച്ച ചെയ്തതാണ്. അത് സ്വാഭാവികമായിട്ട് ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതിനിധി കോൺഗ്രസിൻ്റെ നേതാവിനെതിരെ ഒരു ആരോപണവുമായി മുന്നോട്ടേക്ക് വന്നു. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി വരുത്തേണ്ടത് തികച്ചും എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊരു വാക്കുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. 2023 കേരളം ഭരിച്ചിരുന്നത് നമുക്ക് സംശയമില്ല ഇടതുപക്ഷ സർക്കാർ, പിണറായി വിജയൻ്റെ സർക്കാർ തന്നെയായിരുന്നു. അന്ന് ആ കാലഘട്ടത്തിൽ ദേവസ്വം മന്ത്രിയായിരുന്നത് ദേവസ്വം മന്ത്രിയും മലബാർ ഈ തിരുവിതാംകൂർ ദേവസ്വം വകുപ്പ് ദേവസ്വം പ്രസിഡൻറ്റും ആരായിരുന്നുവെന്ന് നമുക്ക് വ്യക്തമാണ്. സ്വാഭാവികമായിട്ട് അന്ന് കൃത്യമായി ഹൈക്കോടതിയുടെ ഡയറക്ഷൻ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ അറ്റകുറ്റപ്പണി നടക്കുമ്പോൾ കൃത്യമായി ഈ ഹൈക്കമ്മീഷണറെയും ഹൈക്കോടതിയെ അറിയിച്ചിട്ട് മാത്രമേ എന്തും ചെയ്യാൻ പാടുള്ളൂ എന്ന്. എന്നിട്ടും അവിടെ നിന്ന് സ്വർണം പൂശാനല്ല, മറിച്ച് സ്വർണ്ണപ്പാളികൾ എന്ന് എടുത്തു പറയുന്നുണ്ട്. അതെടുത്ത് മാറ്റി കൊണ്ടുപോയത്, എന്നിട്ടത് പിന്നീട് ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയത്, ഇതൊക്കെ കേരളം ചർച്ച ചെയ്ത് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ അറസ്റ്റിനെ കുറിച്ചും കൂടി സൂചിപ്പിച്ചു. ഹൈക്കോടതിയുടെ നേരിട്ട് ഇടപെടലിലാണ് ഇവിടെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മുന്നോട്ട് വന്നത്. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റും കാര്യങ്ങളും എല്ലാമായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് അറസ്റ്റ് ചെയ്യുന്നത് മുൻ MLA CPMൻ്റെ MLA ആണ്, ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായ വ്യക്തികളെയാണ്. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ ഹൈക്കോടതിയുടെ നിർദ്ദേശമില്ലായിരുന്നെങ്കിൽ തീർച്ചയായും അവരെ ഒരു രീതിയിലും അറസ്റ്റ് ചെയ്യില്ലായിരുന്നു. ഈ ഒരു വിഷയം പുറത്തേക്ക് വരില്ലായിരുന്നു എന്ന കാര്യത്തിൽ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു സംശയവുമില്ല. അത് പ്രത്യേകിച്ച് ഈ സമൂഹത്തിൽ ചർച്ചയാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ശ്രീ ഹരീഷ് ബാബു മറുപടി ഉണ്ടെങ്കിൽ. എന്തിനായാലും ഈ കേരളത്തിലെ ദേവസ്വങ്ങളെ കൊള്ളയടിക്കുന്നതിൽ UDFും LDFും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ് എന്നുള്ളത് സമീപകാലത്തിലുള്ള സംഭവങ്ങൾ നമ്മളെ കാണിച്ചു തരികയാണ്. പരസ്പരം അവർ ഏട്ടൻ ഭായി അനിയൻ ഭായി കളിക്കാണ്. ഇത് ഈ ദേവസ്വങ്ങളെ കൊള്ള ചെയ്യുന്നതിൽ മാത്രമല്ല സംസ്ഥാനത്ത് ഭരണരംഗത്ത് കൊണ്ട് ഏട്ടൻ ഭായി അനിയൻ ഭായി കളിക്കുകയാണ്. ഇപ്പോൾ പിന്നെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ എത്രമാത്രം ഈ LDF സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരായിട്ട് സമരം ചെയ്തു. അവർ പല ഘട്ടങ്ങളിലായിട്ടാണ് ഈ LDF സർക്കാരിൻ്റെ നയങ്ങളെ അനുകൂലിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ളത്.
അപ്പോൾ ഇപ്പോൾ നേരത്തെ ശശിയേട്ടൻ പറഞ്ഞു ദേശീയപാത അതോറിറ്റിയായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പൂട്ടിപ്പോകാൻ എന്താണ് കാരണം? നീണ്ട വർഷങ്ങൾ ഈ UDF-ഉം LDF-ഉം ഭരിച്ചിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ള ആ വാക്കിൽ നമുക്ക് വ്യക്തമാണ്. ദേശീയപാത വികസിപ്പിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പിന്നെ ഉള്ള നടപടികളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് കേരളത്തിൽ സുലഭമായി നടക്കുന്ന നമ്മുടെ റേഷൻ സംവിധാനത്തിലാവട്ടെ, ദേശീയപാത വികസനത്തിലാവട്ടെ, ഈ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഭാരതത്തിലുള്ള അനവധി ആളുകൾക്ക് തൊഴിൽ ലഭ്യമാവുന്ന മുദ്രാ ലോണുകളടക്കമുള്ള അനവധി സ്കീമുകളുമായിട്ട് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് അത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ ഇക്കാര്യത്തിൽ അനുഭവസ്ഥരാണ്. തീർച്ചയായും നല്ലൊരു മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. അത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. പെട്ടെന്ന് ചോദ്യം ചോദിക്കാനുണ്ടോ? ഇവിടെ ഇപ്പോൾ NDAൻ്റെ ഇവരോടാണ് ചോദിക്കാനുള്ളത്. ഇത് സ്വർണ്ണക്കൊള്ള, ശബരിമല വിഷയം എല്ലാം പറഞ്ഞ് എന്നിട്ട് ഇതുവരെ മോദി ഇവിടെ വന്നിട്ട് അതിനെപ്പറ്റിയൊരു വാക്ക് സംസാരിക്കാനോ ഇതിനെപ്പറ്റിയിട്ട് ഒന്ന് അന്വേഷിക്കാനോ ഒന്നും ഉത്തരവിടുക ഒന്നും സംസാരിക്കുക വരെ ചെയ്തിട്ടില്ല. എന്നിട്ട് ഇവിടുന്ന് അപ്പുറം ഇപ്പുറം പറഞ്ഞിട്ട് രണ്ടുപേരും ഒന്നായിട്ട് കൈകാര്യം ചെയ്യുന്നതാണോ എന്നുള്ളതാണ് ഡൗട്ട്. UDF-ൻ്റെ പ്രതിനിധിയോടും അതോടൊപ്പം തന്നെ NDAയുടെ പ്രതിനിധിയോടാണ് ചോദ്യം. ആ വയനാടിൻ്റെ ദുരന്തത്തിൻ്റെ പേര് പറഞ്ഞിട്ട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും, രാഹുൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണല്ലോ, യൂത്ത് കോൺഗ്രസും വലിയ ഫണ്ട് പിരിച്ചു. ആ ഫണ്ട് പിരിച്ച ഫണ്ട് എത്രയാണ്? അത് ഏത് ബാങ്ക് അക്കൗണ്ടിലാണുള്ളത്? കേരളത്തിലെ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് പിരിച്ചത്. ഇവിടുന്ന് ഈ പ്രദേശത്ത് നിന്ന് മാത്രം 17,000 15,000 അല്ലെ വ്യത്യസ്തമായ ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. നയാ പൈസ കോൺഗ്രസും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസും അവിടെ ചെലവഴിച്ചിട്ടില്ല. എന്തു തന്നെയായാലും കേരളത്തിൽ എല്ലാ വികസന കാര്യത്തിലും നരേന്ദ്രമോദി സർക്കാർ ഈ സർക്കാരിനെ പിന്നെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നടപടികളുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. കേരളത്തിൽ ഇപ്പോൾ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് ഉറുപ്പികയുടെ വിവിധ തരം ആളുകൾ ആ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സഹായഹസ്തം നീട്ടിയിട്ടുണ്ട്. ആ സഹായഹസ്തത്തിന് യഥാർത്ഥമായിട്ട് കണക്കുകളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണല്ലോ. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ ആവുന്ന വിധത്തിലുള്ള എല്ലാ സഹായവും നൽകിയിട്ടുണ്ട്. തുടർന്നും അതുമായി ബന്ധപ്പെട്ടുള്ള സഹകരണത്തിന് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ന് നല്ല കേന്ദ്ര സർക്കാർ. പിന്നെ ഈ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് ഒരു ഡീല് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു UDF-ഉം BJP-യും തമ്മിലൊരു ഡീല് നിലനിർത്തുന്നെന്ന് വ്യംഗ്യേന പറഞ്ഞിട്ട് ഞങ്ങളെ വ്യതിയേൽപ്പിക്കാൻ നോക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും CPM-ഉം പരസ്പര ധാരണയോടെയാണ് മുന്നോട്ട് പോകുന്നത്. മഞ്ചേശ്വരത്ത് നമ്മൾ കാണുന്ന എല്ലാ തീവ്രവാദ ശക്തികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഒറ്റ രീതിയിലുള്ള ഒരു പിന്നെ BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ചിത്രങ്ങളെല്ലാം തന്നെ കേരളത്തിലെ പൊതുസമൂഹം കാണുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം മറുപടി പറയട്ടെ. അല്ല, അദ്ദേഹം മറുപടി പറയൂ. നിങ്ങൾ ഈ ഇവിടെ പിരിച്ചവിടുന്ന കോടിക്കണക്കിന് ഉറുപ്പിക വന്നതിന്റെ കണക്കൊന്ന് പറയൂ. നിങ്ങൾ ഇവിടെ വന്ന കണക്കെന്ന് പറയൂ. കേന്ദ്ര സർക്കാർ ആവുന്ന ഘട്ടത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പോലും ഈ സർക്കാരിനെ വിമർശിക്കുന്നില്ലല്ലോ. കേന്ദ്ര സർക്കാരിനെ വിവിധ ഘട്ടങ്ങളിലായിട്ട് കേന്ദ്ര സർക്കാർ സഹായം നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എല്ലാം വ്യക്തമാണ്. നിങ്ങൾ പിരിച്ചെടുത്തിട്ടുള്ള നിങ്ങൾ വെച്ച് കൊടുത്തിട്ടുള്ള കണക്കുകളൊന്ന് വ്യക്തമാകട്ടെ. യൂത്ത് കോൺഗ്രസ് പിരിച്ച പൈസയുടെ കാര്യത്തിൽ രാഹുലും കൂടെ മറുപടി പറയട്ടെ. എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉള്ള ഒരു മറുപടിയാണ്. അപ്പം കേരളത്തിനകത്ത് ഒരു വലിയ ദുരന്തമുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരും CPM നേതാക്കളും ചേർന്ന് പിരിച്ചു. അവരൊരു ഫണ്ട്, ഒരു സംവിധാനമാണ്, ഒരു ഭരണകൂടമാണ് ഒരു വീട് നിർമ്മിച്ച് നൽകുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. ഒരു സംഘടനയാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെതായ കാലതാമസം ഉണ്ടാകും. ആ കാലതാമസം കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഭവന നിർമ്മാണവുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം സ്ഥലം എടുത്തിട്ടുണ്ട്, സ്ഥലത്തിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങും. അത് കൃത്യമായിട്ട് അത് അതിൻ്റെ തുടങ്ങിയെന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കൃത്യമായ വയനാട്ടിൽ എല്ലാ സ്ഥലത്തും കാട്ടാനൊക്കെ കയറും. ഇല്ല. വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പിരിച്ച ഫണ്ട് കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇവിടെ അത് നിർമ്മാണം ഉണ്ടാവും. പ്രത്യേകിച്ച് ഞങ്ങൾ എന്തായാലും പ്രളയ ഫണ്ട് തട്ടിപ്പ് നടത്തിയിട്ട് ഒരു CPM-മാരെ അറസ്റ്റ് ചെയ്ത പോലെ ആ കാര്യം കൂടി നിങ്ങൾ ഈ അവസരത്തിൽ ഒന്ന് ഓർമ്മിക്കണം. പ്രളയ ഫണ്ടുമായി ബന്ധപ്പെട്ട് CPM നേതാക്കളെ ഇവിടെ അറസ്റ്റ് ചെയ്ത പോലെ ഒരു കോൺഗ്രസ് നേതാവിനെയും ഈ നിമിഷം വരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഒരു ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട്. ഒറ്റ വരിയിൽ മറുപടി പറഞ്ഞു ഇവിടെ അവസാനിപ്പിക്കാൻ പോകണം. ഒറ്റ വരിയിൽ മറുപടി പറയാം. ചൂരൽമല മുണ്ടക്കൈ
ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 742 കോടി രൂപയാണ് അത് സാർ, പെട്ടെന്ന് നമ്മുടെ സമയം വന്നിട്ടുള്ളത്. തീർന്നുകൊണ്ടാണ്. പബ്ലിക് ഡൊമൈനിൽ അത് ഉള്ളതാണ്. അത് രാഹുലിന് നോക്കാൻ പറ്റും, ഹരീഷ് ബാബുവിന് നോക്കാൻ പറ്റും. ആ ഫണ്ട് ആരും എവിടെയും പോയിട്ടില്ല. ഞാൻ പറയുന്നത് ആ അക്കൗണ്ടിലില്ല, ആ അക്കൗണ്ട് പണമില്ല. പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.